നമസ്കാരം. കാലങ്ങളായി ചർച്ച ചെയ്യപ്പെട്ട KPCC നേതൃമാറ്റം ഉറപ്പിച്ച് ഹൈക്കമാൻഡ്. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഉടൻ മാറ്റും. ആന്റണിക്ക് സാധ്യത. സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. തിരഞ്ഞെടുപ്പുകൾ നയിക്കാൻ നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം. കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ കടക്കും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ 11 പേരെ ഉൾപ്പെടുത്തും. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും. സംസ്ഥാന കോൺഗ്രസിലെ നിർണായകമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് രൂപം നൽകുക ഈ കമ്മിറ്റിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ തെരഞ്ഞെടുപ്പും ലക്ഷ്യമിട്ട് വലിയ രാഷ്ട്രീയ മാറ്റങ്ങളാണ് ആസൂത്രണം ചെയ്യുന്നത്. UDFിലും അഴിച്ചുപണി നടത്തിയേക്കും. കൺവീനറായ MM ഹസനെ മാറ്റുമെന്നും സൂചനയുണ്ട്. മഹാരാഷ്ട്ര, ബീഹാർ സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരെ അടുത്തിടെ മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിലെ അധ്യക്ഷ സ്ഥാനത്തേക്കും പുതിയൊരാളെ പരിഗണിക്കുകയാണ് ഹൈക്കമാൻഡ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് റോമൻ കത്തോലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്. ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നേരത്തെ സണ്ണി ജോസഫ് MLAയുടെയും റോജി ജോൺ MLAയും പേരുകൾ ചർച്ചയിലുണ്ടായിരുന്നു. എന്നാൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ലെന്ന് റോജി ജോൺ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ ആന്റണിയുടെ പേരാണ് സജീവമായി പരിഗണിക്കുന്നത്. ബെന്നി ബെഹനാനിന്റെയും പേര് പരിഗണിക്കുന്നുണ്ട്. നിലവിൽ 5 പേരുകളാണ് KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് പരിഗണനയിൽ വരുന്നത്. MLAമാരായ സണ്ണി ജോസഫ്, റോജി M ജോൺ എന്നിവർക്ക് പുറമെ MPമാരായ ബെന്നി ബെഹനാൻ, അടൂർ പ്രകാശ്, ആന്റണി എന്നിവരെയാണ് പരിഗണിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നിലവിൽ ആന്റണിയുടെ പേര് പ്രാമുഖ്യം കിട്ടുന്നത്. ഇവർ 4 പേരെയും ഉന്നത സ്വാധീനം പാർട്ടിയിലെ ചിലരുടെ ബിസിനസ് ബന്ധങ്ങളും ഉപയോഗിച്ച് വെട്ടിനിരത്തിയെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. മുമ്പ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായിരുന്ന KPCC സെക്രട്ടറിയായും കോട്ടയം DCC അധ്യക്ഷനായും ചുമതല വഹിച്ചിരുന്നു. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വധേരയുടെ അകമഴിഞ്ഞ പിന്തുണയും ആന്റോയ്ക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ 67 വയസ്സുള്ള ആന്റണിയുടെ പേരിലേക്ക് ദേശീയ നേതൃത്വം എത്തിയെന്ന മട്ടിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വർഷങ്ങളായി സീറോ മലബാർ സഭയ്ക്ക് KPCCയിൽ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ലെന്നുള്ള പരാതിയും ആന്റോയിലൂടെ പരിഹരിക്കാമെന്നാണ് AICC നേതൃത്വത്തിന്റെ കണക്കൂട്ടൽ. എന്നാൽ കേരളത്തിൽ പാർട്ടിക്കുള്ള പ്രബല വിഭാഗത്തിന് ആന്റോയുടെ വരവിൽ കടുത്ത എതിർപ്പാണുള്ളത്. പ്രത്യേകിച്ചും യുവനിരയ്ക്ക്. കോട്ടയം DCC അധ്യക്ഷനായിരുന്ന കാലയളവിൽ ആന്റോയുടെ പ്രവർത്തന ശരാശരിയിലും താഴെയായിരുന്നുവെന്നും MP എന്ന നിലയിലും അദ്ദേഹം തീർത്തും പരാജയമാണെന്നുമുള്ള ഭൂരിപക്ഷം നേതാക്കളുടെയും വിലയിരുത്തൽ. UDFിന്റെ ഉരുക്കുകോട്ട ആയ പത്തനംതിട്ടയിൽ UDF തരംഗം ആഞ്ഞു വീശുമ്പോൾ പോലും ശക്തിക്കൊത്ത ഭൂരിപക്ഷം ലഭിക്കാതെ പോകുന്നത് ആന്റോയുടെ സ്ഥാനാർത്ഥിത്വം കാരണമാണെന്ന ആക്ഷേപം ശക്തമാണ്. കോട്ടയം ജില്ലക്കാരനായ ആന്റോയ്ക്ക് പത്തനംതിട്ട ജില്ലയിൽ പോലും പ്രവർത്തകരുമായി ആത്മബന്ധമില്ലെന്നാണ് റിപ്പോർട്ടുകൾ. 2 ജില്ലകളിലെ പ്രവർത്തകരെ MP എന്ന നിലയിൽ പോലും ഏകോപിപ്പിക്കാൻ കഴിയാത്തയാളെ എങ്ങനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഏൽപ്പിക്കുമെന്നും ചോദ്യമുയരുന്നുണ്ട്. നിലവിൽ കെ സുധാകരൻ തുടർന്നാലും കുഴപ്പമില്ലെന്നും പാർട്ടിക്ക് ക്ഷീണമുണ്ടാവില്ലെന്നും ആന്റോ അധ്യക്ഷനായാൽ സംഘടനാ തലത്തിൽ ദുർബലമായിരിക്കുന്ന പാർട്ടി തകരുമെന്നും ആന്റോയുടെ അധ്യക്ഷ പദവി കോൺഗ്രസിന്റെ വാട്ടർലൂ ആയിരിക്കുമെന്നും ഒരുപറ്റം നേതാക്കൾ വ്യക്തമാക്കുന്നു.